ഓക്കെ, ഇനി ബിഗ് ഒമേഗ കണ്ടുപിടിക്കുമ്പം ഒന്നുമില്ല, നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ എഫ് ഓഫ് എൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ എന്താണ് നമ്മൾ സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ 2n+3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. നമ്മൾ നേരത്തെ ചെയ്തതിൽ സിയും ജി എന്നും കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ജി ഓഫ് എൻ തന്നെ ഏതാണ് ഹയർ ഓർഡർ ആയിട്ട് വരുന്നതിൻ്റെ സാധനമാണ് ജി ഓഫ് എൻ. സി എന്ന് വെച്ചാൽ ഹയർ ഓർഡറിൻ്റെ കോഎഫിഷ്യൻറ്റ്. നമ്മൾ ബിഗ് ഒമേഗയിൽ പറഞ്ഞ എന്താ, ബിഗ് ഓയിൽ പറഞ്ഞത് ഹയർ ഓർഡറിൻ്റെ കോഎഫിഷ്യൻ +1 ആണെങ്കിൽ ബിഗ് ഒമേഗേൻ്റെ കേസിൽ വരുമ്പം ഹയർ ഓർഡറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് സി ഉണ്ടാവുക. അപ്പം സി എന്തായിരിക്കും, 2 ആയിരിക്കും. 2 × n ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താ ഇനി n വാല്യൂ ഇട്ടെടുക്കാം. n = 1 ഇടുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക, 2 + 3 5 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്നൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഇനി n = 2 കൊടുക്കുമ്പോഴോ 2 × 2 4 + 3 ഗ്രേറ്റർ ദാൻ ഓർ 4 + 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്നായിരിക്കും ഉണ്ടാവുക. ഇനി n = 3 കൊടുക്കുമ്പോഴോ എന്താണ് 6 + 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. 2 × 2 2 × 3. ഓക്കെ, ഇത് മൂന്നും എന്താണ് ഈ സൈഡായിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മളുടെ n0 എന്തായിരിക്കും, n0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1ൻ്റെ മുകളിൽ വരുന്ന എല്ലാം എന്താണ് n0 ആണ്, എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ n0 എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്താ പറഞ്ഞത്, ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്താ വരിക, എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഒമേഗ ഓഫ് ജി ഓഫ് എൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജി ഓഫ് എൻ എന്താണ് n ആണ്. അപ്പോൾ ബിഗ് ഒമേഗ ഓഫ് n ആയിരിക്കും ഇതിൻ്റെ കോംപ്ലക്സിറ്റി വരുന്നുണ്ടാവുക.